മൗലീദ് ചൊല്ലാൻ പാടുണ്ടോ? മദ്ഹ് ചൊല്ലാൻ ഹദീസിലുണ്ടോ? ഇനിയും നിങ്ങൾക്ക് എത്ര ഹദീസ് വേണം? നബി തങ്ങളുടെ കാലത്ത് തന്നെ റസൂലിന്റെ മദ്ഹ് പാടുന്ന സദസ്സുകൾ ഉണ്ടായിട്ടുള്ളതായി പല ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന്? സ്വഹീഹായ എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം തിർമിദി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നോക്കൂ. വഫീ സുനനി തിർമിദി അൻ ഇബ്നു അബ്ബാസ് ഖാല ജലസ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തദിറൂനഹു ഖാല ഫഖറജ ഹത്താ ഇദാ സമിഅഹു ഇങ്ങനെ തുടങ്ങി നീണ്ടുപോയി. ഹദീസുകൾ ഇനിയും മതിയായില്ല എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു പുതിയ ഹദീസ് കൊണ്ടുവന്നിരിക്കാൻ പിന്നെ സ്വഹാബികൾ ഇങ്ങനെ സ്വഹാബികൾ ഇങ്ങനെ ചർച്ച ചെയ്യാണ് കഴിഞ്ഞു പോയ അമ്പിയാക്കളെ പറ്റി. നമ്മളും ഇങ്ങനെ പിന്നെ ചരിത്രങ്ങൾ പറയാറുണ്ട്, നൂഹ് നബിയുടെ ചരിത്രങ്ങൾ, ഇബ്രാഹിം നബിയുടെ ചരിത്രങ്ങൾ. അപ്പോൾ റസൂൽ ആ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ റസൂൽ അതിന് സമ്മതം കൊടുക്കുകയാണ്. പോരാതെ റസൂലിനെ പറ്റി കൂടി പറയാനുള്ളത് പറയണം. അപ്പം ഇതെങ്ങനെയാണ് മൗലൂദിനുള്ള ഈ ഹദീസിൽ മൗലൂദിനുള്ള ഏത് പണ്ഡിതനാണ് ഇത് മൗലൂദ് ചെല്ലാനുള്ള ഒരു പ്രാമാണിക അടിസ്ഥാനമായിട്ട് ഈ ഹദീസിനെ കാണുന്നത്? ഈ ഹദീസിന്റെ പ്രാമാണികത തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാല് അത് ലൈഫാണ്, അൽബാനി അടക്കം ലൈഫാണ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ് ഇത്. അതിൽ എന്തായിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോൾ അമ്പിയാക്കളെ കുറിച്ച് അമ്പിയാക്കളുടെ പ്രത്യേകതകളൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് റസൂലിനെ ലഭിക്കാനുള്ള പദവികൾ ഒരുപാട് മഹത്വങ്ങളുണ്ട്, അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാൻ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം മനസ്സിലാക്കാൻ ഒക്കെ ഉപകരിക്കുന്ന ഒരു ഹദീസായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറം ഇതിൽ നമ്മുടെ ചർച്ച എന്നുള്ളത് നബി ദിനം എന്നാണ്. റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത നൽകി. റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന റസൂൽ ജനിച്ച ദിവസം, ആ ദിവസത്തിനൊരു മഹത്വമുണ്ട്. ഇതാണ് അതിനുള്ള തെളിവായി അതുമായി ഒരു പരാമർശയിൽ റസൂൽ തങ്ങൾ മദ്ഹ് പറയാൻ ആശീർവാദം കൊടുത്തതും നാട്ടിൽ പോയി പാടാൻ പറഞ്ഞതുമായ ഒരു സംഭവം ഹാഫിദ് ഇബ്നു കത്തീർ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ റസൂലിന്റെ മദ്ഹ് പാടുന്നതും പറയുന്നതുമായ ഒരു സംഭവം മാത്രമാണ് ഈ മൗലിദ്. ഇങ്ങനെ തിരുജന്മത്തിൽ സന്തോഷിച്ച് ഒരുമിച്ച് കൂടലും ഭക്ഷണം നൽകലും മറ്റും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യലും നമുക്ക് സുന്നത്താണെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഹാദിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ആളുകൾ ഒത്തുകൂടലും മദ്ഹ് പാടലും പറയലും ഭക്ഷണം വിതരണം ചെയ്യലുമായ സദസ്സുകൾക്ക് തന്നെയാണ് നബിദിനാഘോഷം എന്ന പേരിൽ പറയുന്നത്. മൗലൂദും ഒന്നും കൂടി വ്യക്തമാക്കാൻ നമ്മൾ നബിദിനത്തിന് എതിരെ അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പറയുമ്പം ഇത് പറയുന്നവര് മദ്ഹേ പറയാൻ പാടില്ല, അവര് തെറ്റിദ്ധരിക്കാണ്. അല്ലെങ്കിൽ എതിർക്കുമ്പോ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടുന്നതിനെതിരാണോ? അപ്പം മദ്ഹ് എന്താണ്, മൗലൂദ് എന്താണ് എന്നുള്ളത് വരെ വ്യക്തമാക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് ഇതില് മദ്ഹ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, റസൂലിന് മദ്ഹ് ചെയ്യാം, അതിന് ഗദ്യവും പദ്യവും അതൊക്കെ നമ്മളും ചെയ്യാറുണ്ട്. നമ്മൾ അതുപോലെ തന്നെ പല സദസ്സുകളിലും അത് ഉപയോഗപ്പെടുത്താറുണ്ട്. റസൂലിനെ കുറിച്ചുള്ള പാട്ടുകൾ ഇറക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇന്നിവിടെ മൗലൂദ് സദസ്സുകൾ എന്ന് പറയുമ്പോൾ മങ്കൂസ് മൗലൂദ് അങ്ങനെയുള്ള പല മാല മൗലൂദ് അതിൽ ഗദ്യപദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പലതാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പലതിലും റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന വരികളുണ്ട്. അപ്പൊ അത് ശിർക്കിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. പിന്നെ മാത്രല്ല ഇതിന് പ്രത്യേക ദിവസം പറഞ്ഞ് ഇതിന് പ്രത്യേക സമയം നിശ്ചയിച്ച് ഇതൊന്നും റസൂലിന്റെ ഇത് ബിദഅത്താണ്, പച്ചയായ ബിദഅത്ത്. അതിൽ യാതൊരു സംശയം അതിലില്ല. അപ്പോ റസൂലിന്റെ മദ്ഹ് പറയാൻ തെളിവുണ്ട്, പക്ഷെ ഇവരിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലൂദിനോ ജന്മദിനത്തിനോ ഒരു തെളിവും സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ കഅബ് ബിൻ സുബൈറിന്റെ അതുപോലെ തന്നെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറയേണ്ടതുണ്ട്. കാരണം കഅബ് ബിൻ സുബൈറിന് റസൂൽ സമ്മാനം കൊടുത്തു എന്ന് പറയുന്നു. അതേ സമ്മാനം കൊടുത്തത് റസൂലിന്റെ മദ്ഹ് പറഞ്ഞതിന്റെ പേരിലാണെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഈ പറയുന്ന കഅബ് ബിൻ സുബൈർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായി കൊണ്ട് ചീത്ത പറയുന്ന, റസൂലിനെ ആക്ഷേപം പറയുന്ന, മുസ്ലിം സ്ത്രീകളെ കുറിച്ച് ആക്ഷേപം പറയുന്ന വ്യക്തിയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ രക്തം ഹലാലാക്കി. അപ്പൊ അദ്ദേഹത്തെ എവിടെ കണ്ടെത്തിയാലും എന്ത് ചെയ്യും, കൊന്നുകളയുന്നുള്ള സ്ഥിതിവിശേഷമായി. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ മുമ്പേ മുസ്ലിം ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആർക്ക് കത്തെഴുതി, കഅബ് ബിൻ സുബൈറിന് കത്തെഴുതിയിട്ട് പറഞ്ഞു, എന്താണ് നീ എന്താ റസൂലിന്റെ അടുക്കൽ വന്ന റസൂൽ മാപ്പ് തരും, കാര്യങ്ങളൊക്കെ കൂടുതൽ ഗൗരവത്തിലാണ്, ഗുരുതരമാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടായി. റസൂലിന്റെ അടുക്കലേക്ക് അദ്ദേഹം പാത്തും പതുങ്ങിയും വരികയാണ്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ടാണ് അദ്ദേഹം സദസ്സിലേക്ക് എത്തുന്നത്. എന്നിട്ട് സദസ്സിലെത്തിയ ഉടനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, അദ്ദേഹം പുതപ്പെട്ട് മൂടിയിട്ടുണ്ട്. അപ്പൊ റസൂലിൽ തന്നിടയ്ക്കാണ് റസൂലെ ഇങ്ങനെ കഅബ് ബിൻ സുബൈർ വന്ന് ചോദിച്ചാൽ താങ്കൾ മാപ്പ് നൽകും. അപ്പൊ റസൂല് നൽകും. അപ്പൊ അദ്ദേഹം ഇത് മാറ്റിയിട്ട് ഞാൻ കഅബാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം റസൂലിന് മുമ്പിൽ വെച്ച് ബാനത്തു സ്വാദ് പാടി എന്നുള്ളതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ റസൂലിനെ മദ്ഹ് ചെയ്തിട്ടുള്ള നല്ല വരികളൊക്കെ വിചാരിക്കില്ല ഇങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന് പുതപ്പ് കൊടുക്കുന്നു. ആ പുതപ്പിന്റെ ഉദ്ദേശം എന്താണ്, ഇദ്ദേഹത്തിന്റെ രക്തം ഹലാലാക്കിയതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന് അഭയം നൽകിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന് മാപ്പ് നൽകിയിട്ടുണ്ട്, ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി അത് നൽകുന്നത്. പ്രതികാര നടപടി എടുത്തിട്ടില്ല. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം എന്താണ്, അദ്ദേഹം റസൂലിനെതിരെ ഖുറൈശികൾ ഭയങ്കരമായി മക്കയിലുണ്ടായിരുന്ന മുശ്രിക് ആക്ഷേപം പറയുന്നു. അപ്പൊ അതിന് കവിത കൊണ്ട് തന്നെ മറുപടി അറിയണം. അപ്പൊ ഹസ്സാൻ ബിൻ സാബിത്തിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹസ്സാൻ അവർക്ക് മറുപടി കൊടുക്കുക, അയ്യദക അല്ലാഹു ബിറു, റസൂൽ പറയുന്നില്ല എന്റെ കൂടെ മലക്കുകളുടെ സഹായം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊന്നും നമുക്കൊരു തർക്കമുള്ള വിഷയമല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആക്ഷേപം ഉണ്ടാകുമ്പോൾ
അതിന് കവിതയിലൂടെ മറുപടി Send ചെയ്യണം. അത് നമ്മൾ റസൂൽ ഇതിൽ എവിടെയാണ് ഈ പ്രവാചക ദിനവും ജന്മദിനവുമായി ബന്ധം ഈ കാലഘട്ടത്തിൽ നമ്മള് ചെയ്യേണ്ടത് ഒരു ദൗത്യമാണ്, വലിയൊരു അപ്പോ ഏകദേശം 6 എപ്പിസോഡ് ഇവിടെ ചർച്ച ചെയ്തു, റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതില് ഒരു ഫസ്റ്റ് ഖുറാനിലെ ആയത്ത് 2 കൊണ്ടുവന്നു, ഹദീസുകൾ കൊണ്ടുവന്നു. അപ്പോ ഒറ്റ ഹദീസോ ഒറ്റ ആയത്തോ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഇതിനുള്ള തെളിവായിട്ട് സുഹൃത്ത് പറഞ്ഞത് ഒന്ന് ഖുറാനെതിരാണ്, ഒന്ന് ഹദീസിനെതിരാണ്, 3 ചരിത്രത്തിനെതിരാണ്. കാരണം സത്യാവസ്ഥ ഇപ്പൊ ഇത്രയും ബിദഅത്ത് കൊണ്ടുള്ള വിവക്ഷയും എന്താണ് ബിദഅത്ത് എന്നും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോട് ഇമാം ഷാഫിഈ റളിയല്ലാഹു പഠിപ്പിക്കുന്നു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി ഖർബാൻ, പുതുതായി ഉണ്ടായ കാര്യങ്ങളെ 2ആയി വിഭജിക്കാം. അതായത് ബിദഅത്തിനെ 2ആയി വിഭജിക്കാമെന്ന് പറഞ്ഞ് ഇമാം ഷാഫിഈ തങ്ങൾ പറയുകയാണ്, അഹദുഹുമാ മാ അഹ്ദസ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. ഒന്ന് പ്രമാണങ്ങളായ ഖുർആൻ, സുന്നത്ത്, അസർ, ഇജ്മാ എന്നിവയ്ക്ക് വിരുദ്ധമായി ദീനിൽ പുതുതായി കൊണ്ടുവരുന്നതാണ്. ഫഹാദിഹിൽ ബിദഅത്ത് വലാല, ഇത് പിഴച്ച ബിദഅത്താണ്. എന്നാൽ മേൽ പറഞ്ഞ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകാത്ത നിലയിൽ പുതുതായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, ഇവ ആക്ഷേപാർഹമല്ലാത്ത നല്ല ബിദഅത്തുകളാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ നബിദിനം തള്ളേണ്ട ബിദഅത്താണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നബിദിനം എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രമാണങ്ങൾക്ക് എതിരാവുന്നതെന്ന് പറയേണ്ടതുണ്ട്. നബിതങ്ങൾ ചെയ്തോ സ്വഹാബത്ത് ചെയ്തോ എന്നാണ് അടുത്ത ചോദ്യം. നബിതങ്ങളെ സ്നേഹിച്ച സ്വഹാബാക്കളെ പോലെ നമുക്കാവാൻ പറ്റുമോ? വിദേഹത്തിന് അത് അദ്ദേഹം അതിലേക്ക് വരാണ്. അപ്പോൾ ബിദാത്ത് എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ അതിൽ ബിദാത്തുൻ ഹസന, അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നല്ല ബിദാത്തുകൾ ഉണ്ട്, ആ കൂട്ടത്തിലാണ് ഇതുള്ളത്. പക്ഷെ ഇതിൽ ഞാൻ തുടക്കടാന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിദാത്തുൻ ഹസന എന്ന് പറഞ്ഞ ഇസ്ലാമിലില്ല. ഹദീസ് എല്ലാവരും അറിയുന്നതാണ്, കുല്ലു ബിദാത്തിൻ ദലാല, എല്ലാ ബിദാത്തും ദലാലത്താണ്, എല്ലാത്തിന്റെയും പര്യവസാനം അതാണ്. അതിൽ പിന്നെ അപ്പൊ ഷറയില് ദീനിൽ ബിദാത്ത്, അതായത് മതത്തിലേക്ക് പുതുതായിക്കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യവും പുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുന്ന പുത്തൻ ആചാരങ്ങൾ, അത് ഏതായിരുന്നാലും അതൊക്കെ പഴച്ചതാണ്. അത് മുഴുവൻ ഷറയിൽ ബിദാത്താണെന്ന് പറഞ്ഞോ അത് മുഴുവൻ മോശമാണ്. അത് പിന്നെ നല്ലത് ചീത്ത എന്നുള്ളതിനുള്ള ഒരു വഴിയില്ല. അതേസമയം സ്കോപ്പ് ഇല്ല. അത് പണ്ഡിതന്മാരെല്ലാവരും വ്യക്തമാക്കിയതാണ്. അതാണ് പറഞ്ഞത്. അല്ലാത്ത ഭാഷാപരമായി നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ബിദാത്തുകളുണ്ട്. അപ്പൊ ആധുനിക സൗകര്യങ്ങൾ, അപ്പൊ ഈ ദാവത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ടാവും. അതൊന്നും ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമില്ല. ഇതാണ് അതിൽ വ്യക്തമായിട്ടുള്ളത്. അപ്പോ ഇത് ബിദാത്തുൻ ഹസനയല്ല, ഇത് ലുഗവി ആയിട്ടുള്ള നമ്മൾ ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ബിദാത്തുകളാണ്. അല്ലാതെ ഷറയിൽ ദീനിൽ ഒരു ബിദാത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാം മോശം. മൗലൂദ് ഒരു സുന്നത്തായിട്ടാണ് കരുതുന്നത്. ഒരു ജന്മദിനാഘോഷത്തിന് ഒരു പുണ്യം അവർ കൽപ്പിക്കണ്ട. അവിടെ നമ്മൾ പ്രശ്നം ഇമാം മാലിക് റഹിമഹുള്ളയുടെ സംഭവം അദ്ദേഹം കൊണ്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്താൽ അതിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് ഇമാം മാലിക് പറയുന്നില്ല. ഇവര് പറയുന്നത് ഇതിന് പ്രത്യേക ഒരു പുണ്യമുണ്ട്, പ്രതിഫലം ഉണ്ടെന്നതാണ്. അപ്പൊ ഒരു പുണ്യ കർമ്മമായി അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ദിവസമായി അതിനെ നിശ്ചയിച്ച് അതിനു വേണ്ടി സദസ്സുകൾ ഉണ്ടാക്കി അതിനുവേണ്ടി ഖുർആനായത്തോതി ഹദീസ് പറഞ്ഞ് അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദീനിലൊരു സംഗതി ശറഈയായ ഒരു വിഷയത്തില് അസില് വേണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കുകളും ക്യാമറകള്, പുതിയ പുതിയ സംവിധാനങ്ങൾ, ഇപ്പൊ ദീനിൽ അസിലുണ്ടോ ഇല്ലയോ നമ്മൾ ആദ്യം പരിശോധിക്കണം. ഇപ്പൊ നമ്മൾ പള്ളി നിർമ്മാണത്തെ എടുക്കുകയാണെങ്കിൽ ദീനിൽ അസിലുണ്ടോ ഇല്ലേ? ഉണ്ട്. പക്ഷെ എങ്ങനെ പള്ളി ഇന്ന രൂപത്തിൽ മാത്രമേ ആവാവൂ? അങ്ങനെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന പള്ളികള് മണൽ വിരിച്ച പള്ളിയായിരുന്നു. ഇന്നോ നമ്മൾ AC ഉണ്ട്, പുതിയ മെത്തകളുണ്ട്, സുഖ സൗകര്യം. അപ്പൊ ദീനിപരമായിട്ട് അസിൽ എന്താണ്? പള്ളി നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് ഇങ്ങനെ ആവൂ അതല്ല. അപ്പൊ അതാണ് ഇതില് ദീനിയായ വിഷയത്തിൽ ഇപ്പൊ ഈ നബിദിനമായി ബന്ധപ്പെട്ട് അസിൽ എന്താ? അസിലില്ല, ഏർപ്പാടില്ല. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ഹദീസ് ഈ ദൈവത്തിന്റെ വിഷയം. ഇപ്പൊ ദൈവത്ത് ദീനിൽ അസിലുണ്ടോ? അസിലുള്ളതാണ്. ഏതൊക്കെ മാർഗങ്ങളാവാം? വിവിധ മാർഗങ്ങളാവാം. ഇപ്പൊ ഇതാണ് ഇന്ന് പുതിയ സാങ്കേതിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അസിലുള്ള സംഗതിക്ക് മാർഗങ്ങൾ പലതാവും. അസിലില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് സ്റ്റെപ്പിന് ഇല്ല എന്നുള്ളതാ. ഇത് ഈ ഒരു ദീനിന് എങ്ങനെയാണ് അസിൽ ഉണ്ടാവുന്നതെന്ന് പോലും അദ്ദേഹത്തിന് ഒരു വലിയ ധാരണ ഇല്ലാത്ത വിഷയമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാൻ പറ്റുന്നത്. എന്തായിരുന്നാലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രതയുള്ള മാസങ്ങൾ ദിവസങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. അതില് റബീഉൽ അവ്വലോ റബീഉൽ അവ്വൽ 12 ഒന്നും കടന്നു വരുന്നില്ല. അത് എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. റസൂൽ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പറയുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ മാസങ്ങൾ എണ്ണി പറയുന്നു. പക്ഷെ റബീഉൽ അവ്വൽ അതിലൊന്നും കടന്നു വരുന്നില്ല. സ്വഹാബത്ത് സത്യത്തിൽ അതിനേക്കാളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റ് എന്താ വെച്ചാല് സ്വഹാബത്ത് ആ ഡേറ്റിനെ പറ്റി അന്വേഷിക്കുന്ന പോലില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന്റെ ലക്ഷ്യം ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി ഡിസ്കഷൻ നടത്തിയ സമയത്ത് നബിദിനത്തിന്റെ അസിൽ എന്താണെന്ന് ചോദിക്കും. അപ്പൊ അസിൽ എന്താ, അസില് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തപ്പോ ഇത് കേൾക്കുന്ന ഓഡിയൻസിനോട് നമുക്ക് എന്താണ് അസ്മിനോട് പറയാനുള്ളത്? അല്ല, ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? ഒരു ബിദഅത്ത് എന്ന് പറഞ്ഞാല് അത് പുതുതായ ആകുക, അത് ദീനിലേക്ക് ചേർക്കുക. മൂന്നാമത്തേത് ഖാസായിട്ടോ ആമായിട്ടോ
പൊതുവിലോ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് അതിന് അടിസ്ഥാനം ഇല്ലാതിരിക്കുക ദീനില്. അപ്പോഴാണ് അതൊരു ബിദാത്തായിട്ട് വരിക. ഇപ്പൊ മതസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ പള്ളിക്ക് 2ാം നില കെട്ടുന്നില്ല, അതിനൊന്നും ശറയിൽ സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മറിച്ച് ദീൻ പഠിപ്പിക്കാനുള്ള കേവലമായ ഭൗതിക മാർഗങ്ങൾ. ഇനി മതസമ്മേളനം അത് ഇന്ന ഡേറ്റിന് അതിലൊരു പ്രത്യേകത ഉണ്ട്, അത് വിധത്തിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ അതിനൊക്കെ റസൂലിന് ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പള്ളി നിർമ്മാണം ഉസ്മാൻ കാലത്ത് അത് വിപുലീകരിക്കുന്നുണ്ട്, അതൊക്കെ സൗകര്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് ഈ അടിസ്ഥാനപരമായി മനസ്സിലാകുന്നത്. ഒന്ന് താബുദിയായ വിഷയം, മഅഖൂദുൽ 2 വിഷയമുണ്ട്. അപ്പൊ താബുദിയായ വിഷയത്തിൽ കൂട്ടാനും പറ്റില്ല, കുറക്കാനും പറ്റില്ല. ഉദാഹരണം ഇപ്പോ 2 റക്അത്ത് സുബഹി നമസ്കാരം, അത് 2 സമയം ഉണ്ടിച്ചിട്ട് 3 ആക്കാൻ പറ്റൂല, 4 ആക്കാൻ പറ്റൂല. അത് താബുദിയാണ്, നല്ലതല്ലേ എന്നൊന്നും മഅഖൂദുൽ വിഷയം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പള്ളി നിർമ്മാണം, അപ്പൊ അസിലുണ്ടോ നോക്കിയാൽ മതി. അസിലുണ്ടെങ്കിൽ മാർഗങ്ങൾ പലതാവാം. ഇപ്പൊ ഇതിലെന്താണ് ദീനിപരമായിട്ട് ഒരു നിലക്കും അസിലില്ലാത്ത സംഗതിയാണ് നിബിധന ഒന്നാമത്തെ വിഷയം. അപ്പൊ ഇതിലേക്ക് കൂട്ടിച്ചേർപ്പോ തഅബ്ബുദിയായ വിഷയമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമസ്കാരത്തിന്റെ വിഷയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ദിക്റുകൾ, ഇത്ര വട്ടം ദിക്റുകൾ. അപ്പൊ അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ കൂട്ടാനും കുറക്കാനും പറ്റാത്ത ഒരുപാട് സംഗതികളുണ്ട്. ഇതിൽ നമ്മൾ പരിശോധിക്കാൻ അസിലുണ്ടോ നോക്കിയാൽ മതി. നമ്മൾ അസിൽ പറഞ്ഞപ്പോ ശറഈൽ ഒരു കാര്യം പുതുതായിട്ട് ദീനിലൊരു കാര്യം പുണ്യമാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാവണമെങ്കിൽ ഇതിൽ ദീനിൽ അസിൽ ഉണ്ടാവണം. ഇതാണ് അതിന്റെ ഒരു വശം. അസിൽ എന്ന് പറയുമ്പോൾ ശറഈ ആയ നമ്മൾ പരിശോധിക്കുമ്പോൾ ദീനിന്റെ ഒരു പുതിയതായിട്ട് വിദഅത്ത് യറാ ഹസൻ, അത് നമുക്ക് നല്ലതായി എന്റെ കണ്ണുകൊണ്ട് നല്ലതായി തോന്നുന്നു ഒരു ഹദീസല്ലേ ഒരു ആയത്തല്ലേ എന്ന് കരുതിയിട്ട് വിദഅത്ത് ഹസന അവിടെ അതാണ് ചേർക്കുന്നത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ദീനിൽ അസിലുമാണ്. അല്ലാത്ത പുതിയ സംഗതി നമുക്ക് ഒരു സമയത്തിന് പുണ്യം കൽപ്പിക്കാൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മക്കത്ത് പോകുന്നത്, അത് ഹറമിൽ പോകുന്നത് പുണ്യമുള്ള സംഗതിയാണ്. തവാഫ് ചെയ്യുന്നതിന് പുണ്യമുണ്ട്. ഇപ്പൊ ഹിറാ ഗുഹ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങിയത് അവിടെ. അപ്പൊ ഒരാള് ഹിറാ ഗുഹയിൽ പോയിട്ട് അദ്ദേഹം പറയാണ് ഹിറാ ഗുഹയിൽ പോകുന്നത് പ്രത്യേക പുണ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് എത്തുമ്പോൾ അവിടെ നമസ്കരിക്കുന്നത്, അവിടെ തവാഫ് ചെയ്യുന്നത് പുണ്യം എന്ന് പറഞ്ഞാൽ അതിൽ അസിലില്ലാത്ത സംഗതിയാണ്. അദ്ദേഹം പോവാ സന്ദർശിക്കാന്നുള്ളൂ. ഇതേ വ്യക്തമാണ്. ഇതേപോലെ അദ്ദേഹം അതിൽ ഇത്തിബാ ഉണ്ടാവുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പറഞ്ഞോ അവിടെ നമ്മൾ നിൽക്കുക. റസൂൽ പോയി ദിക്റിന് ഇത്ര എണ്ണം എന്ന് പറഞ്ഞാൽ എണ്ണ നമ്മൾ പൂർത്തിയാക്കുക. റസൂൽ എണ്ണമോ സമയമോ നിശ്ചയിച്ചു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കാതിരിക്കുക. നമ്മൾക്ക് കഴിയാവുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഇബ്തിദാ അല്ല, പുതുതായിട്ട് ആരാധന കണ്ടെത്തേണ്ട ആവശ്യമൊന്നും ഇതിലില്ല. റസൂൽ ചെയ്തതെന്തോ അതിനെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്